ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പോകുന്ന ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിക്കോട്ടെ. ഒരു കിടുക്കാച്ചി മത്തിക്കറി റെസിപ്പി കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ വായിലൊരു കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടാകുന്നത് നമുക്കെല്ലാവരും മലയാളികളുടെ ഒരു കിടിലോസ്കി വികാര ഐറ്റം തന്നെയല്ലേ മത്തി. ഇത് ആ പീസും ആ ഗ്രേവിയും കൂടെ ചേർന്ന് കണ്ടു കഴിഞ്ഞാൽ കിളി പറക്കട്ടെ ചങ്ങാതിമാരെ. ആദ്യം തന്നെ ഇതുപോലെ മത്തി എടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകി അങ്ങ് തകർക്കണ്ട ചങ്ങാതി, കാരണം ഉളുമ്പൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി വെക്കുക. ആ സമയത്ത് നമ്മൾ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി വിതറുണ്ട് ചങ്ങാതിമാരെ. അടുത്ത കലാപരിപാടിയാണ്. ആദ്യം തന്നെ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി എടുത്ത് ചൂടാക്കി വെക്കുക. ശേഷം വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി ലെവലായി വരുമ്പോൾ നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്ത് ലൈറ്റായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ. അവനൊന്ന് ലെവലായി വരുമ്പോൾ വെളുത്തുള്ളി എടുത്ത് നീളത്തിലരിഞ്ഞതോ ചെറുതായി എരിഞ്ഞെടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെ ഇട്ട് നല്ലവണ്ണം അങ്ങ് വാട്ടിയെടുക്കാൻ ചങ്ങാതിമാരെ കേട്ടോ. ഏകദേശം ഈ കളർ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുള്ളി 2 കീറിയതോ 3 കീറിയെടുത്ത് ഇതുപോലെ ആവശ്യത്തിനെടുത്തിട്ട് മറിച്ചിട്ട് അവനെയും നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്തു കേട്ടോ. അവനും ഏകദേശം ഒരു ലൈറ്റ് കളറാകുന്ന വരെ ഇവനെ ഇങ്ങനെ വാട്ടി ഇങ്ങെടുക്കുക കേട്ടോ. ഇതിന് ശേഷം പച്ചമുളക് 2 കീറിയതോ 3 കീറിയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് കീറി എടുത്തിട്ട് മറിച്ചിങ്ങിട്ടുക. എന്നിട്ട് അവനെയും നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് സ്റ്റൈലായിട്ട് കറിവേപ്പില എടുത്തിട്ട് വാരി വിതറിയാണ്ട് ചങ്ങാതിമാരെ. കറിവേപ്പില ഇട്ട ശേഷം ഇവരെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കലക്കി കൂട്ടണം. സംഭവം ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നല്ല തക്കാളി എടുത്ത്, നല്ല കളറുള്ള തക്കാളി എടുത്ത് പേസ്റ്റാക്കിയ ശേഷം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വേണം കേട്ടോ പേസ്റ്റാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അവനെ ഒന്ന് നല്ലോണം മൂപ്പിക്കുക. കാരണം ആ പച്ചച്ചക്കാളിയും ആ ചൊവയൊക്കെ ഒന്ന് മാറി നല്ലോണം അതിലങ്ങ് മിക്സായി വരുമ്പോഴേക്കാണ് ആ ഗ്രേവിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇട്ടങ്ങ് കുറുക്കിയെടുക്കുക കേട്ടോ. ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഇനി മസാല ഇടുന്ന പരിപാടിയാണ്. ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുക, പിന്നെ സാദാ ചില്ലി പൗഡർ ഇടുക, ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ. അപ്പോൾ ആ മസാലയുടെ പച്ചപ്പൊക്കൊന്ന് മാറി അതൊന്ന് വെന്ത് രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി സംഭവം കിട്ടുക്കായി വരുമ്പോഴേക്ക് അതിലേക്ക് കുടംപുളി 2 പീസോ അല്ല 3 പീസോ കുടംപുളി അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാലയൊന്നും കരിഞ്ഞും പോകത്തില്ല, ആവശ്യം വെള്ളം ഉണ്ടാവും. എന്ന ശേഷം ഇവരൊന്ന് ലെവലായി കഴിയുമ്പോഴേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. വാരി വിതറല്ലേ, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച ശേഷം മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അങ്ങനെ തിളപ്പിക്കാൻ വെക്കാൻ ചങ്ങാതി. അങ്ങ് തിളച്ച് ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പിടുന്ന കാര്യം എപ്പോഴും എല്ലാവരും മറന്നു പോകും. അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവനങ്ങ് തിളച്ച് നല്ല സ്മെല്ലായി വരാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി എടുത്തൊരു അങ്ങ് മറിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് സ്ലോ മോഷൻ ആ ഗ്രേവി എടുത്ത് ആ മത്തിയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇളക്കല്ലേ, ആവശ്യമില്ല കലക്കി കൂട്ടിക്കഴിഞ്ഞാൽ മത്തി എല്ലാം കൂടെ ഉടഞ്ഞു ഒരു പരുവായി പോകും. അതുകൊണ്ട് ഇതുപോലെ സ്ലോ മോഷനിൽ വേണം ഗ്രേവിയൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വേവാൻ വെക്കുക. വെന്ത് കഴിയുമ്പോഴേക്കും അവനിങ്ങനെ അങ്ങ് തുറക്കുക. എന്നിട്ട് ഗ്രേവി ആ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. മത്തിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് മലയാളിക്ക് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ കപ്പലോടിക്കാനുള്ള വെള്ളം വായിലുണ്ടാവും. എന്നിട്ട് അവസാനം ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വാരി ഇങ്ങ് വിതറുക. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ അവനങ്ങ് മിക്സ് ചെയ്യുക. ആ ഗ്രേവിയൊക്കെ ഇതുപോലെ ഇങ്ങനെ കലക്കി കൂട്ടി ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ സ്മെല്ല വരുന്ന എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുളി എടുത്തിട്ട് ഇങ്ങനെ എടുത്തൊന്ന് കറക്കുക. ഉരുളിയായാലും ചട്ടിയായാലും ഏതായാലും ഇതുപോലെ ഒന്ന് കറക്കുക. കാരണം മത്തി പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന. നല്ല എല്ലാം കൂടെ എടുത്ത് കലക്കി കൂട്ടിക്കഴിഞ്ഞാൽ മത്തിയൊക്കെ പരുവും രൂപമൊക്കെ ആയി കിട്ടും. പീസൊന്നും ഉണ്ടാവില്ല, അവസാനം എല്ല് മാത്രം കാണുള്ളൂ, മുള്ള് മാത്രം കേട്ടോ. ഇതിന് ശേഷം ഇവന് ഒരു പീസ് എടുത്ത് നല്ല കപ്പ വേവിച്ചിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം ആ ഗ്രേവിയും കൂടെ അതിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ കൊതി വരുന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക്. എനിക്കറിയാം ഒരു രക്ഷയുണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ ആ മത്തിയുടെ പീസ് എടുത്തിട്ട് നിങ്ങളുടെയൊക്കെ അനുഭവത്തോടു കൂടി ഞാനങ്ങ് എടുത്ത് പിടിക്കാൻ പോയി. എനിക്ക് രക്ഷയില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പറ്റും, ചാടി കയറി 2 പീസ് ഇങ്ങെടുത്ത് ഇതുപോലെ ഇങ്ങെടുത്ത് ഞാൻ ഇവിടുത്തെ കിള്ളി പറക്കുന്ന സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. എന്നിട്ട് ആ കപ്പ എടുത്തിട്ട് ആ ഗ്രേവിയിലേക്കൊക്കെ ഒന്ന് മുക്കിയിട്ട് ഒന്നും നോക്കണേ, കണ്ണടച്ച് പിടിച്ച് ഒരു രക്ഷ